ബി.ജെ.പി. സർക്കാരിനെ അഴിമതി പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഉറച്ച നിലപാടിലാണ് കർണാടകയിലെ ഒരു സംഘടനയുള്ളത്. ഉടുപ്പി ജില്ലയിൽ കാർക്കളത്തിനടുത്ത് ഉമിക്കൽ മലയിലെ തീം പാർക്കിൽ സ്ഥാപിച്ച പരശുരാമൻ പ്രതിമയുടെ മറവിൽ ബി.ജെ.പി. നടത്തിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരും വരെ പോരാട്ടം തുടരുമെന്നതാണ് കാർക്കള പരശുരാമ തീം പാർക്ക് വെൽഫെയർ കമ്മിറ്റി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് കോൺഗ്രസിന്റെ പിന്തുണയുമുണ്ട്. കോൺഗ്രസ് തീം പാർക്ക് വികസനത്തിനെതിരായല്ല, പകരം വെങ്കലം എന്ന പേരിൽ ഫൈബർ പ്രതിമ സ്ഥാപിച്ച അഴിമതിക്കെതിരെയാണ് രംഗത്തിറങ്ങിയത് എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. നിർമ്മിതിയിലെ നിലവാരമില്ലായ്മ കാരണം അപകടാവസ്ഥയിലായ പ്രതിമ അധികൃതർ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുപോയത് കോൺഗ്രസ് നേതാക്കളും നാട്ടുകാരുമാണ് പുറത്തു കൊണ്ടുവന്നിരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 27-ന് അനാച്ഛാദനം ചെയ്ത വെങ്കല പ്രതിമയ്ക്ക് ഗുണനിലവാരം ഇല്ല എന്ന് അന്നേ ആക്ഷേപം ഉയർന്നതാണ്. മെയ്യിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അന്നത്തെ കർണാടക ഊർജ്ജ മന്ത്രി കർക്കള MLA വി സുനിൽകുമാർ തന്റെ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായ പ്രതിമ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എന്ന് അന്ന് ആക്ഷേപം ഉയർന്നതാണ്. തീം പാർക്കിലേക്ക് വിനോദസഞ്ചാരികളെ വിലക്കി കർക്കള തഹസിൽദാർ ഉത്തരവിറക്കിയതിന് പിന്നാലെ പ്രതിമ കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. മിനുക്ക് പണികൾ കാണുന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. ഉടുപ്പി ജില്ലാ ചുമതലയുള്ള മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കർ സ്ഥലം സന്ദർശിച്ച് അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. ഭൂനിരപ്പിൽ നിന്നും 50 അടി ഉയരത്തിൽ സ്ഥാപിച്ച 33 അടി ഉയരമുള്ള പ്രതിമ നിർമ്മാണത്തിന് 15 ടൺ വെങ്കലം ഉപയോഗിച്ചു എന്നതാണ് കണക്ക്. തീം പാർക്ക് നിർമ്മാണ അഴിമതി ചൂണ്ടിക്കാട്ടിയും കാലികൾക്ക് മേയാനുള്ള ഭൂമി പാർക്കാക്കുന്നതിനെതിരെയും ശ്രീരാമസേന സ്ഥാപക നേതാവായ പ്രമോദ് മുത്തലിക് സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. 10 കോടി ചെലവിൽ കർണാടക വിനോദസഞ്ചാര സാംസ്കാരിക വകുപ്പുകളുടെ സംയുക്ത സംരംഭമായാണ് പാർക്ക് ഒരുക്കിയത്. സമുദ്രനിരപ്പിൽ നിന്നും 450 അടി ഉയരത്തുള്ള മലയിൽ മ്യൂസിയം, 500 ഇരിപ്പിടം, റെസ്റ്റോറന്റ് തുടങ്ങിയ സൗകര്യങ്ങൾ പാർക്കിൽ ഉണ്ട്. പ്രതിമയുടെ നിർമ്മാണ സാമഗ്രികൾ ഗുണനിലവാരം കുറഞ്ഞതാണെന്ന് ഹർജിയിൽ ആരോപണമുണ്ടായിരുന്നു. കോൺഗ്രസ് ഈ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുകയും പരാതി നൽകുകയും ചെയ്തതിനെ തുടർന്ന് കേസെടുത്തെങ്കിലും പിന്നീട് അന്വേഷണം നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു അന്നത്തെ പോലീസ്.